കട ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കാല് സ്ട്രെയിറ്റ് ആയിട്ട് വരണം. അങ്ങനെ ഒരു 5 സെക്കൻഡ് ഇരിക്കണ്ട. 1 2 3 4 5 6 7 8 9 10 കട 1 2 3 4 5 6 7 8 9 10 1 2 കട കാലോടെ വിളിക്കുക. കട 1 2 3 4 5. ഹലോ നമസ്കാരം, ഞാനാണ് റാസിൽ കാമിന്ന്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫിറ്റ്നസ് എക്സസൈസ് ആണ്. എങ്ങനെയാണ് നമ്മുടെ ലെഗിന്റെ പാർട്ട്, അതായത് ലെഗിന്റെ നീ, ഇവിടുത്തെ ഫ്രണ്ടിലെ മസില്, അഡാക്ടർ, ബാക്കിലെ മസില് എല്ലാം പവർ ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ കാലുകൾ തന്നെയാണ് അല്ലെ. അപ്പോൾ ഈ കാലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ശരീരത്തിന് താങ്ങി നിൽക്കുന്ന ഈ കാലുകൾക്ക് ബലമില്ലെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആരും പ്രത്യേകിച്ച് കാലായിട്ടുള്ള എക്സസൈസുകൾ ഒന്നും ചെയ്യില്ല, അപൂർവമാണ്. ജിമ്മിൽ വന്നാൽ തന്നെ ചില ആൾക്കാരോട് നമ്മൾ ലെഗ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് ഇന്ന് വർക്കൗട്ട് ലെഗാന്ന് പറയാം, ഇന്ന് ചെയ്യണ്ട നാളെ ചെയ്യാന്ന് പറയാം. പക്ഷെ ലെഗ് ചെയ്യാൻ വളരെ ആൾക്കാർക്ക് വളരെ പിന്നിലാണ് നമ്മുടെ ഇത്. ലെഗിന്റെ വർക്കൗട്ടുകളോ ലെഗിന്റെ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് ആരും ശ്രദ്ധിക്കില്ല. നമുക്ക് ഒരുപാട്, അതായത് നമ്മുടെ വയസ്സ് ഒരു 30-ൽ നിന്ന് താഴേക്ക് പോകും, അല്ലെങ്കിൽ 30-ന് മുകളിലേക്ക് പോകുന്ന ആൾക്കാരുകൾക്ക് നമുക്ക് നോക്കിക്കോ. താഴേക്കുള്ള ആൾക്കാരാണെങ്കിൽ ലെഗ് ഒരുപാട് സ്ട്രോങ് ആയിട്ട് ഫുട്ബോൾ കളിക്കുക അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാലുകൾ നമ്മുടെ ഇതിലുണ്ട്. അപ്പോൾ ഒരുപാട് ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ തന്നെ ഒരുപാട് ഇഞ്ചുറീസും കുറേ കാര്യങ്ങൾ വരുന്നതൊക്കെ ഈ ലെഗിന്റെ പവർ കുറവുകൾ കൊണ്ടും വരുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ എല്ല് തേയ്മാനം വരും, മുട്ടിൽ നീര് വരില്ലേ, പിന്നെ കാഫിന്റെ മസിൽ പവർ ഇല്ലാണ്ട്. അപ്പോൾ നമ്മൾ കുറെ ആൾക്കാർ നടക്കുന്നത് കണ്ടിട്ടില്ലേ, ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ 100% ഉറപ്പാണ് ഇപ്പോൾ. അപ്പോൾ അത് മുൻകൂട്ടിയിട്ട് നമ്മൾ കണ്ട് നമ്മുടെ കാലുകൾക്ക് കുറച്ച് എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം കൂടി നമുക്ക് നന്നായി നടക്കുമ്പോൾ വേദനയൊന്നും ഇല്ലാണ്ടിരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അസുഖത്തിൻ്റെയും തുടക്കം നമ്മുടെ കാഫ് മസിലിന് പവർ ഇല്ല എന്ന് വെച്ചെങ്കിൽ ആ മസിലുകളുടെ വീക്കം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന് കേടുവന്നു, പിന്നെ മുട്ടിന് കേടുവന്നു, പിന്നെ ഹിപ്പ് പെയിൻ വന്നു, അങ്ങനെ എല്ലാ അസുഖങ്ങളും ഒരുമിച്ച് വരും. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ നമുക്കിതൊരു സിമ്പിൾ എക്സസൈസുകളാണ്. പക്ഷെ ആരും ഇത് കാര്യമായിട്ട് എടുക്കില്ല. മുമ്പത്തെ കാലത്താണെങ്കിൽ കാലിന് എക്സസൈസ് ആവശ്യമില്ലായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ സൈക്കിൾ ചവിട്ടുന്നത് ഉപയോഗിച്ചിരുന്നു, സൈക്കിളുകൾ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ സ്കൂട്ടർ മറ്റുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോൾ സ്കൂട്ടർ കിക്കർ വരെ ഇല്ലാണ്ടായല്ലോ. ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ കിക്കർ ഉപയോഗിക്കുമ്പം നമുക്ക് കാലിന് കുറച്ച് വ്യായാമം കിട്ടിയിരുന്നു. കാരണം നമ്മളിങ്ങനെ കിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാലിന് ഒരുപാട് വ്യായാമം കിട്ടിയിരുന്നു. ഇപ്പം ആരെങ്കിലും കിക്ക് സ്റ്റാർട്ടർ ഉണ്ടോ? ഒക്കെ സെൽഫ് സ്റ്റാർട്ടർ അല്ലേ. അപ്പോൾ അതൊന്ന്. രണ്ടാമത് പറഞ്ഞാൽ ഒരുപാട് ദൂരം നടക്കല്, അതൊക്കെ വളരെ എക്സസൈസ് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഫസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഷൽ ആർട്സിലൊക്കെ കാണുന്ന ഹോഴ്സ് സ്റ്റാൻസ് എക്സസൈസ് ആണ്. ഹോഴ്സ് സ്റ്റാൻസ് എക്സസൈസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുകയാണെന്ന് ഇന്ന് ചെയ്യുന്നത്. ഹോഴ്സ് സ്റ്റാൻസ് നമുക്കറിയാം, സാധാരണ മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം.
ഇന്ന് നമ്മളെല്ലാം ചെയ്യുന്നത് ഒരു സപ്പോർട്ടഡ് വാൾ സിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് സപ്പോർട്ടായിട്ട് ചെമ്മീരിന്റെ അവിടെ ഇരിക്കുക. കാരണം ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സപ്പോർട്ടായിട്ട് ഇതുപോലെ ഒരു ചെമ്മീരിന്റെ അടുത്ത് നിന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അധികം ഇത് വരില്ല. ആദ്യം ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് കഴിഞ്ഞിട്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർഷൽ ആർട്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം പോസ്റ്റ് സ്റ്റാൻസ് എന്താണെന്ന്. അപ്പോൾ 1 2 3 4 5 ഇതിൻ്റെ കാലിൻ്റെ രീതിയിൽ കാലിങ്ങനെ വൈഡ് ആക്കുക. എന്നിട്ട് നമ്മുടെ കൈകൾ രണ്ടും ടൈറ്റ് ചെയ്തിട്ട് ഹിപ്പിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കാല് സ്ട്രെയിറ്റ് ആയിട്ട് വരണം. അങ്ങനെ ഒരു 5 സെക്കൻഡ് ഇരിക്കുക. 1 2 3 4 5 6 7 8 9 10 1. ഓക്കെ, 5 സെക്കൻഡ് മതി. അടുത്തത് വാൾ സിറ്റ് തന്നെ നമുക്ക് അതായത് ക്ലോസ് സിറ്റ്, അതായത് ഇങ്ങനെ ഒരു സ്വല്പം വൈഡ് ആക്കുക. കണ്ട, ഒരു നമ്മുടെ ചെസ്റ്റിന്റെ ലെവലിൽ ഇങ്ങനെ ഇരിക്കുക. കണ്ട, ഇതേപോലെ ക്ലോസ് ആയിട്ട് കണ്ട. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 5 10 സെക്കൻഡ് ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു 4 3 7 അങ്ങനെ കൂട്ടി കൊണ്ടുവന്നാൽ മതി. അടുത്തത് ലഞ്ചസും ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു ചെമ്മരിൽ പിടിക്കുക. അപ്പോൾ വയസ്സായ ആൾക്കാർക്കൊന്നും പെട്ടെന്ന് നമുക്ക് ലഞ്ചസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം മുട്ടുവേദനയുള്ള ആൾക്കാർക്കും പിന്നെ നമുക്ക് ഇങ്ങനെ കാലിന് മുട്ടൊന്നും മടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുക. കണ്ട 1 കണ്ട, വീര് പൊന്തുക. കണ്ട 2 കണ്ട 3. ഈ കാലിന് ഇവിടെ ഈ കൈയിന് ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, 4 കണ്ട 5. ഇനി അടുത്ത സൈഡ് ഇപ്പുറത്തേക്ക് നിൽക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ പിടിക്കാൻ ബുദ്ധിമുട്ട് നമ്മുടെ കാലിനൊക്കെ വിഷമമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ വയസ്സായ ആൾക്കാർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ മുട്ടിന് നീരും മുട്ടിന് ഡാമേജ് ഉള്ള ആൾക്കാരൊന്നും ചെയ്യണ്ട ഈ എക്സസൈസുകൾ കേട്ടോ. അപ്പോൾ അത് കൂടാൻ വഴിയുണ്ട്. ഓക്കെ, വീണ്ടും വയ്ക്കുക. കണ്ട, കാലോടെ വയ്ക്കുക. കണ്ട 1 2 3 4 5. അടുത്തത് ലഞ്ചസ് കഴിഞ്ഞു. അപ്പോൾ ഈ ലഞ്ചസ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് സൈഡ് സിറ്റ്. ഫുള്ളായിട്ട് ഇരിക്കരുത്. നമ്മുടെ കാല് ഇങ്ങനെ വൈഡ് ആയിട്ട് ഇരിക്കുക. കണ്ട, എന്നിട്ട് നമ്മുടെ കാലിനെ ടൈറ്റ് ആക്കുക. അപ്പോൾ നമ്മുടെ ആം സ്ട്രിങ്, അഡാക്ടർ, ഫ്രണ്ടിലെ മസിലുകൾ, പിന്നെ നമ്മുടെ കാഫ് മസിൽ, ഇതെല്ലാം ടൈറ്റ് ആവും. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് ഇരിക്കുക. 1 2 3 4 5. ഇപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെ 1 2 3 4 5. ഒരു പ്രാവശ്യം കൂടി 1 2 3 4 5. ഇപ്പുറത്തെ സൈഡ് 1 2 3 4 5. again 1 2 3 4 5. ഇനി ലാസ്റ്റ് എക്സസൈസ് സുമോ സ്ക്വാട്ട് ആണ്. സുമോ സ്ക്വാട്ട് നമ്മൾ ചെയ്യുമ്പോൾ കാല് ഇത് കണ്ട, ഈ 2 സൈഡിലേക്കും ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് വൈഡ് ആക്കിയിട്ട് ഇരിക്കുക. സുമോ സ്ക്വാട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് എന്താ പറഞ്ഞാൽ വൈഡ് ആയിട്ട് ഇങ്ങനെ ഇതേ ലെവലിൽ വരണം. ഇതേപോലെ തന്നെ ഒരു വാൾ സിറ്റ് ആയിട്ട് ഇരിക്കുക. കണ്ട ഇങ്ങനെ ഇരിക്കുക. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ 5 എക്സസൈസും നിങ്ങൾ വീട്ടിൽ ചെയ്യുക. അപ്പോൾ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് മൊത്തം പവർ കിട്ടും. നമുക്ക് ഒരുപാട് മറ്റേ കാലിൻ്റെ മുട്ടുവേദന, കാലിൻ്റെ മസിലിൻ്റെ പെയിനുകൾ, പിന്നെ സ്ട്രോങ് ആവും നമ്മൾ. അപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഫ്യൂച്ചറായിട്ട് ഒരുപാട് ഉപകാരം ഉണ്ടാവും. നമ്മുടെ കാലിൻ്റെ മസിൽ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് അല്ല എന്നാണ് അർത്ഥം. കാരണം നമ്മുടെ കാഫ് മസിൽ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയി വരും. നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് പമ്പിങ് വരും. നമ്മുടെ കിഡ്നി, ലിവർ, എല്ലാ ബ്ലഡ് പമ്പിങ്ങും വരുന്നത് നമ്മുടെ കാഫ് മസിലിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെയിനുകളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ട് വരെ താങ്ക് യു സോ മച്ച്.